നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് റോഡിലേക്ക് സ്വാഗതം. പ്രതിരോധത്തിൽ പുതിയ പടവുകൾ താണ്ടി പരിഷ്കാരങ്ങളിലൂടെ ചടുലമായ നീക്കങ്ങളിലൂടെ ഇന്ത്യ ജൈത്രയാത്ര തുടരുകയാണ്. ഇന്ത്യൻ ആയുധങ്ങളിൽ ലോക രാജ്യങ്ങൾ അന്താളിക്കുന്ന കാഴ്ചയും നമുക്ക് കാണാം. ഇറക്കുമതിക്കാരനെന്ന ഖ്യാതിയിൽ നിന്ന് കയറ്റുമതിക്കാരനെന്ന ഖ്യാതിയിലേക്ക് ഇന്ത്യ ഉയർന്നിരിക്കുന്നു എന്നത് നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ്. ഇപ്പോഴിതാ ഇന്ത്യയുടെ മിസൈൽ കരുത്തുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. എന്താണ് അതെന്ന് പരിശോധിക്കാം. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആകാശ് വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനം വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വളർന്നു വരുന്ന പ്രതിരോധ ബന്ധത്തിലെ ഒരു സുപ്രധാന വികാസത്തെ പ്രതിനിധീകരിക്കുന്നു. ഉന്നതതല നയതന്ത്ര യോഗങ്ങളിൽ നടത്തിയ ഈ വാഗ്ദാനം പ്രതിരോധ കയറ്റുമതിക്കാരനെന്ന നിലയിൽ ഇന്ത്യയുടെ വികസിച്ചുകൊണ്ടിരിക്കുന്ന കഴിവുകളെ എടുത്തു കാണിക്കുകയും ഇന്ത്യ UAE തന്ത്രപരമായ പങ്കാളിത്തത്തിലെ ഒരു പുതിയ അധ്യായത്തെ അടയാളപ്പെടുത്തുകയും ചെയ്യുന്നു. നമുക്കറിയാം, വ്യോമ ഭീഷണികൾക്കെതിരെ തെളിയിക്കപ്പെട്ട കഴിവുകളുള്ള ആകാശ് മിസൈൽ സംവിധാനം ഇന്ത്യയുടെ തദ്ദേശീയ പ്രതിരോധ നിർമ്മാണ മികവിൻ്റെ തെളിവായി നിലകൊള്ളുന്നു. കൂടാതെ UAEയുടെ വ്യോമ പ്രതിരോധ ശേഷികളെ പരിവർത്തനം ചെയ്യാൻ ഒരു സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ആകാശ് മിസൈൽ സംവിധാനം ഇന്ത്യയുടെ പേര് ഖ്യാതി വാനോളം ഉയർത്തുന്നുണ്ട്. നമുക്കറിയാം, അന്താരാഷ്ട്ര ബദലുമായി താരതമ്യപ്പെടുത്താവുന്ന അത്യാധുനിക വ്യോമ പ്രതിരോധ ശേഷികൾ വാഗ്ദാനം ചെയ്യുന്ന ഇന്ത്യയുടെ ഏറ്റവും വിജയകരമായ തദ്ദേശീയ പ്രതിരോധ വികസനങ്ങളിലൊന്നാണ് ആകാശ് മിസൈൽ സംവിധാനം. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ വികസിപ്പിച്ചെടുത്ത ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് നിർമ്മിക്കുന്നതുമായ ആകാശ് സംവിധാനം ഏകദേശം 96% തദ്ദേശീയമായി നിർമ്മിച്ചതാണ്. ഇതൊരു യഥാർത്ഥ ഇന്ത്യയിൽ നിർമ്മിച്ച പ്രതിരോധ ഉൽപ്പന്നമായി അടയാളപ്പെടുത്തുന്നു. അല്ലെങ്കിൽ ഇതിനെ ഒരു മെയ്ക്ക് ഇൻ ഇന്ത്യ പ്രോഡക്റ്റ് എന്ന് തന്നെ വിളിക്കാം. ആകാശ് മിസൈൽ സംവിധാനത്തിൻ്റെ സവിശേഷതകൾ നോക്കുകയാണെങ്കിൽ 25 കിലോമീറ്റർ പരിധിയിൽ ഇൻ്റർസെപ്ഷൻ സംവിധാനമുണ്ട്. യുദ്ധവിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ, ഡ്രോണുകൾ, ക്രൂയിസ് മിസൈലുകൾ, ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവയുൾപ്പെടെ വിവിധ വ്യോമ ഭീഷണികളെ ഫലപ്രദമായി നിർവീര്യമാക്കാൻ കഴിയും. ആകാശിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷതകളിൽ ഒന്നാണ് ഇതിൻ്റെ മൾട്ടി ടാർഗറ്റ് എൻഗേജ്മെൻറ്റ് ശേഷി. ഒരേ സമയം നിരവധി ലക്ഷ്യങ്ങളെ ട്രാക്ക് ചെയ്യാനും ആക്രമിക്കാനും ഇത് അനുവദിക്കുന്നു. 30 കിലോമീറ്റർ വരെ ദൂരത്തിലുള്ള ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ കഴിവുള്ള 60 കിലോഗ്രാം ഭാരമുള്ള ഗണ്യമായ വാർഹെഡ് ഈ സംവിധാനത്തിലുണ്ട്. സ്റ്റാറ്റിക് മൊബൈൽ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ആകാശിനെ വിക്ഷേപിക്കാൻ കഴിയുന്നതിനാൽ വിവിധ തന്ത്രപരമായ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ കഴിയുന്ന തരത്തിൽ അതിൻ്റെ വഴക്കമുള്ള വിന്യാസ ഓപ്ഷനുകൾ ഈ വൈവിധ്യത്തെ മെച്ചപ്പെടുത്തുന്നു. മിസൈൽ സംവിധാനത്തിൻ്റെ സമഗ്രമായ സവിശേഷതകളിൽ ബിൽറ്റ് ഇൻ ഇലക്ട്രോണിക് കൗണ്ടർ മെഷേഴ്സ് ECCM, മൊബൈൽ പ്ലാറ്റ്ഫോമുകളിലെ കോൺഫിഗറേഷൻ എന്നിവ ഉൾപ്പെടുന്നു. ഇത് അതിൻ്റെ യുദ്ധക്കളത്തിലെ അതിജീവനവും പ്രവർത്തന വഴക്കവും വർദ്ധിപ്പിക്കുന്നു. ലോഞ്ചർ യൂണിറ്റുകളിലെ ട്രാക്കുകളിലോ കവചിത ട്രാക്ക് ചെയ്ത ഷാസിയിലോ ഘടിപ്പിക്കാം. ഒരു ആകാശ് ബാലിസ്റ്റിക് 4 3D പാസീവ് ഇലക്ട്രോണിക് സ്കാൻഡ് അറേ റഡാറുകളും 3 മിസൈലുകളും വീതമുള്ള 4 ലോഞ്ചറുകളും അടങ്ങിയിരിക്കുന്നു. ഇവയെല്ലാം പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നത് 64 ലക്ഷ്യങ്ങൾ വരെ ട്രാക്ക് ചെയ്യാനും ഒരേ സമയം 12 ലക്ഷ്യങ്ങൾ വരെ ആക്രമിക്കാനും വേണ്ടിയാണ്. ഇങ്ങനെ നീളുന്നു മിസൈലിൻ്റെ സവിശേഷതകൾ. ശരിക്കും പറഞ്ഞാൽ ആകാശ് മിസൈൽ സംവിധാനത്തിൻ്റെ നിലവിലെ ഈ ഓഫർ നിരവധി വർഷങ്ങൾക്ക് മുമ്പ് UAEയിൽ നിന്ന് താൽപ്പര്യം പ്രകടിപ്പിച്ചതിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. 2018 ആകാശ് സർഫസ് ടു എയർ മിസൈൽ സംവിധാനം വാങ്ങുന്നതിൽ UAE ഗണ്യമായ താൽപ്പര്യം പ്രകടിപ്പിച്ചതായ റിപ്പോർട്ടുകളുണ്ട്. മറ്റു നിരവധി രാജ്യങ്ങൾ ഇന്ത്യയുടെ ആകാശിനായി തിരക്ക് കൂട്ടുന്നുണ്ട് എന്നതും അടിവരയിട്ട് തന്നെ പറയണം. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ UAEക്ക് ഇന്ത്യയുടെ ആകാശ് മിസൈൽ സംവിധാനം ഔദ്യോഗികമായി വാഗ്ദാനം ചെയ്തത് വാണിജ്യ താൽപ്പര്യങ്ങൾക്കപ്പുറം ഒന്നിലധികം തന്ത്രപരമായ പരിഗണനകളെ പ്രതിഫലിപ്പിക്കുന്നു. ഒന്നാമതായി, സാമ്പത്തിക മേഖലകളിൽ ഇതിനകം സ്ഥാപിച്ചിട്ടുള്ള ശക്തമായ സഹകരണവുമായി പൊരുത്തപ്പെടുന്നതിന് UAEയുമായുള്ള പ്രതിരോധ പങ്കാളിത്തം ഉയർത്തുന്നതിനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയെ ഈ ഓഫർ പ്രതിനിധീകരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ്റെയും ദർശനത്തെ പ്രതിഫലിപ്പിക്കുന്ന വ്യാപാരം, ബിസിനസ് തുടങ്ങിയ മറ്റ് മേഖലകളിലെ പുരോഗതിയുമായി പൊരുത്തപ്പെടുന്നതിന് പ്രതിരോധ സഹകരണം വർദ്ധിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത ഇരു രാജ്യങ്ങളും വ്യക്തമായി അംഗീകരിച്ചിട്ടുണ്ട്. പരമ്പരാഗത സാമ്പത്തിക പങ്കാളിത്തങ്ങൾക്കപ്പുറം മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളുമായുള്ള ഇടപെടൽ ആഴത്തിലാക്കാൻ ശ്രമിക്കുന്ന ഇന്ത്യയുടെ ലുക്ക് വെസ്റ്റ് നയത്തിൻ്റെ വ്യക്തമായ പ്രകടനമായി ഈ ഓഫർ പ്രവർത്തിക്കുന്നു എന്നതാണ്. കൂടാതെ UAEക്ക് ഒരു തദ്ദേശീയ പ്രതിരോധ സംവിധാനം വാഗ്ദാനം ചെയ്യുന്നതിലൂടെ കാര്യമായ സൈനിക സാങ്കേതിക വിദ്യ കൈമാറാൻ കഴിവുള്ള ഒരു വിശ്വസനീയമായ പ്രതിരോധ പങ്കാളിയായി
ഇന്ത്യ സ്വയം നിലകൊള്ളുന്നു എന്നതും ഉറപ്പിച്ചു പറയാം. സൈനിക വിൽപ്പനയിൽ പലപ്പോഴും കർശനമായ നിബന്ധനകൾ ഏർപ്പെടുത്തുന്ന പാശ്ചാത്യ രാജ്യങ്ങൾക്ക് വിരുദ്ധമായി ഇത് നിലകൊള്ളുന്നു. ലളിതമായ വാങ്ങുന്നയാൾ വിൽക്കുന്നയാൾ എന്ന ബന്ധത്തേക്കാൾ യഥാർത്ഥ സാങ്കേതിക പങ്കാളിത്തത്തിൽ ഏർപ്പെടാനുള്ള സന്നദ്ധതയാണ് ഇന്ത്യയുടെ സമീപനം ഊന്നി പറയുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള പ്രിയ പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമൻറ്റിലൂടെ.